ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 2 എപ്പിസോഡായിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, 2 എപ്പിസോഡും കാണണം. Did you find a way to run from the city of the sun? You could have stayed, it's only over when the day is done. I never knew you was a runner, yeah. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊരു എക്സ്പീരിയൻസ് നടത്തിയിട്ടില്ല. ഓഫ് റോഡിങ് ആണെങ്കിലും ശരി, ഓഫ് റോഡിങ് എന്നുള്ളതല്ല, തേയിലത്തോട്ടത്തിനിടയ്ക്കൂടെയുള്ള യാത്ര, ഓഫ് റോഡിങ് 2. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മദാമക്കുളത്തിനടുത്താണ്. Raise your voice and raise your power, yeah. This is our last chance to leave it all behind. Raise your voice and raise your power, yeah. പരപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് SRൻ്റെ പെട്രോൾ പമ്പിൽ പ്രവീണിൻ്റെ ജീപ്പിന് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തുക. കൊണ്ട് പോകുന്ന വഴി ഓഫ് റോഡിങ്. പ്രവീണിൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ ഇതുണ്ടോ, ഇത് ഫുള്ള് തേയിലത്തോട്ടം, കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങൾ. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനം റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മേന്മല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. മേന്മലയിൽ നമ്മളെ വലത്തേക്ക് തിരിഞ്ഞിട്ട് ഉറുമ്പിക്കരയ്ക്ക് പോകും. ഇതിപ്പോൾ ഈ കാണുന്ന ഇവിടെ വരെ വന്നിട്ടുണ്ട് നമ്മൾ. എത്ര ഏക്കർ ഉണ്ടോന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഫുള്ള് തേയിലത്തോട്ടങ്ങൾ. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ റൂട്ടിൽ കൂടെ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് വളഞ്ഞ് വന്ന് ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. താഴെ ഒരു കനാൽ ഒരു വെള്ളം കെട്ടി കിടക്കുന്നുണ്ടല്ലേ, ആ റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. കമാൻഡർ തേയില തോട്ടത്തിലെ പണിക്കാരെ തിരിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളെ അങ്ങ് മുകളിൽ ആ വന്ന വഴിക്ക് ഞാൻ കാണിച്ചിട്ടുള്ള തടാകമാണ് ഇത്. ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്നത് ജീപ്പും കൊണ്ടുള്ള റൈഡ് ഒരു രക്ഷയില്ല കേട്ടോ.
ഇപ്പോൾ ഇതുവരെ വന്ന വഴി നോർമൽ വഴിയാണ്. ഇനി അങ്ങോട്ട് വീൽ ലോക്ക് ചെയ്തിട്ടേ കയറുള്ളൂ. This is our last chance to leave it all behind. Raise your voice, raise your power, yeah. ഞങ്ങൾ കാണുന്ന മലയിലാണ് നമ്മൾ പോകുന്നത്. ക്യാമറയുടെ സ്റ്റെബിലൈസേഷനൊക്കെ കണക്കായിരിക്കും കേട്ടോ. Did you find a way to run from the city of the sun? You could have stayed, it's only over when the day is done. I never knew you was a runner, yeah. I mistook you for a son. It don't matter what we think when it's all over, 'cause this is our last chance to leave it all behind. Raise your voice and raise your power, yeah. This is our last chance to leave it all behind. മേമലയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഹോട്ടലിലോ യാതൊരു സാധനങ്ങളോ ഇല്ല വഴിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പ്രവീണിന് ഭയങ്കര വിശപ്പായതുകൊണ്ട് വലിച്ചു കയറ്റുക. ബാക്കി ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് നിലത്ത് ഇരുന്ന് കഴിക്കുന്നു. ഈ സാധനങ്ങളൊന്നും നമ്മളിവിടെ എടുത്തില്ല കേട്ടോ. ഇതിൻ്റെ അടുത്ത് തിരിച്ച് ഇതിനുള്ളിൽ തന്നെ ഇത് കാർട്ടൺ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് കൊണ്ടുപോകുള്ളൂ. വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, ഉണ്ടായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അടിപൊളിയാണ്, നല്ല രസമുള്ള സ്ഥലം. ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ജീപ്പ് ഇതവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കാണുന്ന റോഡിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മദാമക്കുളം ഉണ്ട്. മദാമക്കുളം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് നമുക്ക് മദാമക്കുളത്തിൻ്റെ അടുത്തെത്താം. ഇതിൽ ജീപ്പ് വരത്തില്ല. അപ്പോൾ ഇതുപോലുള്ള വഴികളിൽ കൂടെ ഈ വഴി നടന്നു പോയിട്ട് വേണം നമുക്ക് താഴെ എത്താനുണ്ട്. വെള്ളം വീഴുന്ന ഒച്ചയൊക്കെ ഉണ്ട്. മഴയൊക്കെ നിലച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം എന്തായാലും ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല. അധികം ദൂരം നടക്കാനില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോഴേ മദാമക്കുളത്തിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് മദാമക്കുളം. പ്രവീണൊക്കെ താഴെ ഇരിപ്പുണ്ട്. എന്താ വ്യൂ നോക്കി. ഇത് മുഴുവനും മലയാണ്, ഒരു മലയാണ്. പക്ഷേ ചെറിയൊരു മഴ പെയ്യുവാണെങ്കിൽ ഇവിടെ കോട ഇറങ്ങുന്നതാണ് പ്രവീണൊക്കെ പറഞ്ഞത്. താഴേക്കുള്ള വ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. നല്ലൊരു വാട്ടർഫോളാണ്. ഇത് ഇവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കൂടെ വന്നത് പ്രവീൺ, ഇത് അടുത്ത പ്രവീണ്, അത് ധനേഷ്. ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്. അപ്പോൾ ഈ മദാമക്കുളത്തിന്, അതായത് ഇത് നല്ല ആഴമുണ്ട് കേട്ടോ. ഇതിന് എനിക്കൊന്ന് 2-3 ആളെങ്കിലും ആഴം ഉണ്ടാവും. ഇതിൻ്റെ വെള്ളം നല്ല കരിനീല കളർ കിടക്കും. അപ്പോൾ ആഴം കൂടിയതിനാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. മദാമക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരാൻ കാരണം പണ്ട് ഈ ടീ എസ്റ്റേറ്റ് മുഴുവനും സായിപ്പന്മാരുടെ കാലത്ത് ടീ എസ്റ്റേറ്റ് മുഴുവൻ അവരുടെ അണ്ടറിലായിരുന്നു. അപ്പം അവർ മദാമ്മമാർ ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നിട്ടാണ്, അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നാണ് പ്രവീൺ പറഞ്ഞത്. അപ്പം ഇവർ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ ലോക്കലി ആൾക്കാർ പിന്നെ പറഞ്ഞു മദാമ്മമാർ കുളിക്കുന്ന
ഒരു സ്ഥലത്തിന് മദാമക്കുളം എന്നുള്ളൊരു പേര് വന്നതാവാം. നമുക്കിപ്പോൾ ഉള്ള യുവതലമുറയ്ക്ക് അറിയാവുന്ന ഐതിഹ്യം അതാണ്. നല്ല യാത്രയാണ്. ടീ എസ്റ്റേറ്റ്, പിന്നെ വാട്ടർഫോൾസ്, അങ്ങനെയുള്ളതെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടൊരു യാത്ര.